ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SSC CGL 2024 tier 2 ഇംഗ്ലീഷിൻ്റെ സീരീസാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ എറർ കറക്ഷൻ്റെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള tier 1 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ കേട്ടോ, കാരണം അത്യാവശ്യം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരാജമ്പിൾ എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. എൻ്റെ ഒരുപാട് സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തൊരു ടോപ്പിക്കാണ് പാരാജമ്പിൾ എന്ന് പറയുന്നത്. അതിൻ്റെ റീസൺ ഇത്ര മാത്രമാണ്, നമ്മൾ എന്തായാലും അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും പാരാജമ്പിൾ എന്ന് പറയുന്നത്. അങ്ങനെ അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നെഗറ്റീവ് വരാനായിട്ടും ആക്യുറസി കുറവുണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് പാരാജമ്പിൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമുക്ക് കുറച്ചുകൂടി വലിയ സെൻറ്റൻസുകളൊക്കെ തരികയാണെങ്കിൽ നമ്മളൊന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് പാനിക് ആവുക പാരാജമ്പിളിൻ്റെ മുമ്പിലായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പാരാജമ്പിൾ ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റും, ഏത് രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഏത് മെത്തേഡ് യൂസ് ചെയ്യണം, എന്താണ് കപ്പിൾ മെത്തേഡ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുകയാണ്. നമുക്ക് tier 2 പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് അധികം സമയം കളയാനായിട്ടൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ പറയുന്ന സമയത്ത് നിങ്ങളൊന്ന് പോസ് ചെയ്തതിന് ശേഷം നിങ്ങളതിൻ്റെ ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുക. അതിന് ശേഷം നമ്മൾ പറയുന്ന മെത്തേഡ് ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ശരിയാണെന്ന് നോക്കാം. ഇതാണ് ആദ്യത്തെ ചോദ്യം. ഞാൻ സാധാരണഗതിയിലെ പാരാജമ്പിളിൻ്റെ ക്വസ്റ്റ്യൻസ് വായിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഓപ്ഷൻസ് നോക്കാറുണ്ട്. അപ്പോൾ ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് തന്നെ SSCയിൽ നമുക്ക് പാരാജമ്പിളിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ABCD എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻ നമുക്കിവിടെ തന്നിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഓപ്ഷൻസിന് എലിമിനേറ്റ് ചെയ്യാൻ പോകുന്നത്? A എന്ന് പറയുന്ന ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് B വെച്ചിട്ടാണ്, B എന്ന ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് B വെച്ചിട്ടാണ്, C സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് A വെച്ചിട്ടാണ്, D സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് D വെച്ചിട്ടാണ്. ഇപ്പോൾ നമ്മുടെ 3 ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് B വെച്ചിട്ടാണെങ്കിൽ നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ ഒരു 98% ഉറപ്പ് പറയാൻ പറ്റുന്നു B ആയിരിക്കും നമ്മുടെ സ്റ്റാർട്ടിങ് സെൻറ്റൻസ് എന്ന്. പക്ഷേ 2 ഓപ്ഷനിൽ മാത്രമാണ് B ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മാർക്ക് ഫോർ യു തൽക്കാലത്തേക്ക് നമുക്കിത് മാറ്റി വയ്ക്കാം. ഈ 2 ഓപ്ഷൻസ് സാധ്യത, അതായത് ശരിയാവാനായിട്ടുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്, പോസിബിലിറ്റി മാത്രമാണ് നമ്മളോട് ചെക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതായത് നമ്മുടെ സെൻറ്റൻസ് B വെച്ച് തുടങ്ങാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ് എന്ന പോസിബിലിറ്റി മാത്രമാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സെൻറ്റൻസ് എന്തായിരിക്കും? ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ എ ടെറിബിൾ ഷോക്ക് ഫോർ എ യങ് ഗേൾ. ഇവിടെ എ യങ് ഗേൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ അവിടെ പോസ് ചെയ്യാൻ കാരണം? എ യങ് ഗേൾ എന്ന് പറയുന്നത് ആർട്ടിക്കിളാണ് എ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആർട്ടിക്കിൾ എ വെച്ചിട്ട് നമ്മൾ ആർട്ടിക്കിൾ എ അല്ലെങ്കിൽ എ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സെൻറ്റൻസ് ആദ്യമായിട്ടായിരിക്കും തുടങ്ങിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ എ ഓർ എ നമ്മൾ സാധാരണ യൂസ് ചെയ്യുക ഒരു കാര്യത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടായിരിക്കും. അപ്പോൾ ഈ സെൻറ്റൻസ് ഫസ്റ്റ് സെൻറ്റൻസ് ആണ് എന്നുള്ളത് നമുക്ക് ഏകദേശം ഉറപ്പിക്കാനായിട്ട് ഈ എ യങ് ഗേൾ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സെൻറ്റൻസ് എന്തായിരിക്കും നോക്കുക. നമ്മുടെ ഓപ്ഷൻ ഇത് 2 എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എയും ബിയിലും സെക്കൻഡ് സെൻറ്റൻസ് C ആണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? B കഴിഞ്ഞിട്ട് വരുന്ന ആൾ C തന്നെയാണ്. അപ്പോൾ അത് 2 നമുക്കൊന്ന് കണക്ട് ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു അർത്ഥം നമുക്ക് ഈ സെൻറ്റൻസിനെ പിടികിട്ടും. ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ എ ടെറിബിൾ ഷോക്ക് ഫോർ എ യങ് ഗേൾ. ദേ ഹാഡ് ബീൻ മാരീഡ് എ മന്ത് ജസ്റ്റ് ഹോം ഫ്രം ദെയർ ഹണിമൂൺ. ഇപ്പോൾ നമുക്ക് 2 സെൻറ്റൻസ് കിട്ടി. നമുക്കിനി വേണ്ടത് മറ്റ് 2 സെൻറ്റൻസ് അതിൻ്റെ ഓർഡർ എങ്ങനെയാണെന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തഡാണ് നമ്മുടെ കപ്പിൾ മെത്തഡ് എന്ന് പറയുന്നത്. എന്താണ് കപ്പിൾ മെത്തഡ്? നമ്മൾ ആദ്യം തന്നെ അറ്റംപ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യത്തെ സെൻറ്റൻസ് B ആണ്, രണ്ടാമത്തെ സെൻറ്റൻസ് C ആണെന്ന് പറഞ്ഞു. അത് നമുക്ക് ഓപ്ഷനിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റിയെന്നാണ് ഇത് രണ്ടും അടുപ്പിച്ച് വരുന്ന സെൻറ്റൻസ് ആണ്. അപ്പോൾ Bയും Cയും നമുക്ക് എന്താണെന്ന് പറയാം? കപ്പിളാന്ന് പറയാം. കാരണം Bയും Cയും ഈ സെൻറ്റൻസുകളെ, അതായത് ഈ പറയുന്ന സെൻറ്റൻസുകൾ ഒരുമിച്ച് നിർത്തുന്ന സമയത്ത് എന്തായിരിക്കും? എടുത്തെടുത്ത് വരുന്ന സെൻറ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ Bയും Cയും നമുക്ക് എന്ത് പറയാം? കപ്പിളാണെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് നമുക്ക് Bയും Cയും കപ്പിളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് Bയും Cയും ഇല്ലാത്ത ഓപ്ഷൻസ്, അടുപ്പിച്ച് വരാത്ത ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഇനിയും നമ്മൾ ചെയ്യേണ്ട കാര്യം അടുത്ത കപ്പിളിന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സിയുടെ കപ്പിളായിട്ട് വരുന്ന ആളെ ആരാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. C എന്ന് പറയുന്ന സെൻറ്റൻസ് നമുക്ക് ഇതാണ്. അപ്പോൾ Cയും എയും അല്ലെങ്കിൽ D ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ആൾക്കാരുണ്ടെന്ന് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഹോം എന്ന് പറയുന്ന വേർഡ് ഇവിടെയുണ്ട്, അതുപോലെ ഹോം കമ്മിങ് ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് ഈ കപ്പിൾ കണ്ടുപിടിക്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള ലിങ്കിനെ കണക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഈ ഹോം എന്ന് പറയുന്ന വേർഡാണ് ഇവർ തമ്മിലുള്ള ലിങ്ക് എന്ന് പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ദേ ഹാഡ് ബീൻ മാരീഡ് എ മന്ത് ജസ്റ്റ് ഹോം ഫ്രം ദെയർ ഹണിമൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മാസമായി അവരുടെ മാരേജ് കഴിഞ്ഞിട്ട് അവർ ഹണിമൂൺ കഴിഞ്ഞ് ഇപ്പോൾ എത്തിയിട്ടുള്ളൂ ഹോം എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ഹോം കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഇതായിരിക്കാം നമ്മുടെ അടുത്ത സെൻറ്റൻസ് എന്ന് നമ്മൾ പോസിബിലിറ്റി വെച്ച് ചെക്ക് ചെയ്യാണ്. എ ബിഗ് ഫാൻസി ഡ്രസ് ബോൾ വാസ് അറേഞ്ച്ഡ് ടു സെലിബ്രേറ്റ് ദെയർ ഹോം കമ്മിങ്. അപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലായി അവരുടെ ഹോം കമ്മിങ് എന്ന് പറയുന്നത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് അവരുടെ പ്രോഗ്രാംസൊക്കെ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സി കഴിഞ്ഞിട്ടുള്ള എ ആയിരിക്കണം. ഈ സംഭവമാണ് നമുക്കതിനെ ലിങ്ക് ചെയ്യാൻ പറ്റിയത്. സി കഴിഞ്ഞിട്ട് എ ആണ്, സിയുടെ കപ്പിൾ എ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റിയത് എന്താണ്, ഹോം എന്ന് പറയുന്ന വേർഡ് വെച്ചിട്ടാണ്. പിന്നെ ലാസ്റ്റ് വരുന്ന സെൻറ്റൻസ് എന്തായിരിക്കും, ജസ്റ്റ് ആസ് ദ ഗസ്റ്റ് വേർ സ്റ്റാർട്ടിങ് ടു അറൈവ് ചാർലി ലോക്ക്ഡ് ഹിംസെൽഫ് ഇൻ ടു ഹിസ് ബെഡ്റൂം ആൻഡ് ഷോട്ട് ഹിംസെൽഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അവിടെ സെലിബ്രേഷൻ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ സെലിബ്രേറ്റ് കഴിഞ്ഞിട്ടാണ് ഗസ്റ്റ് വരിക, അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഓപ്ഷൻ അല്ല, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്ത കാര്യത്രയുള്ളൂ, അതായത് നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസ് കണ്ടുപിടിച്ചു, പിന്നെ നമ്മൾ അതിൽ കപ്പിളായിട്ട് വരുന്ന അടുത്തടുത്ത് വരുന്ന സെൻറ്റൻസ് ഉണ്ടെങ്കിൽ അവരെ കണ്ടുപിടിച്ചു. അത്രയും നമ്മൾ ചെയ്തിട്ടുള്ളത് വെച്ചിട്ട് നമുക്ക് എന്താണ് ബാക്കി ഓപ്ഷൻസ് നമ്മൾ എലിമിനേറ്റ് ചെയ്തു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പോസ് ചെയ്യുക, ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ 4 ഓപ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എ വെച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് വെച്ച് നമുക്ക് ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സെൻറ്റൻസ് ഏതായിരിക്കാം, ഇവിടെ ഡി ആണ്, ബി ഓപ്ഷനിൽ ഡി ആണ്, സി ഓപ്ഷനിൽ ഇ ആണ്, ഡി ഓപ്ഷനിലും ഇ ആണ്. നോക്കുക, ഫോൾസ് ന്യൂസ് വെബ്സൈറ്റ്സ് ഡി ആണെങ്കിൽ എന്ത് വരും, ആൻഡ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ്. മീനിങ് ഫുൾ അല്ലേ, ആണ്. അപ്പോൾ ഡി ആവാനുള്ള സാധ്യത നമുക്ക് അവിടെ തള്ളിക്കളയാൻ പറ്റില്ല. ഇനി ഇ ആണ് നോക്കുക, ഫോൾസ് ന്യൂസ് വെബ്സൈറ്റ്സ് മേക്ക് എ ലോട്ട് ഓഫ് മണി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നില്ല, അതിനെല്ലാം എലിമിനേറ്റ് ചെയ്യുക. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ ആൻഡ് എന്ന് പറയുന്ന ആളാണ്. ആൻഡ് എന്ന് പറയുന്ന ആൾ കൺജങ്ഷനാണ്, കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആളാണ്. ഈ കൺജങ്ഷൻ ആൻഡ് കണക്ട് ചെയ്യുന്നത് 2 സിംഗുലർ ആയിട്ടുള്ള ആൾക്കാർ, 2 പ്ലൂറൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പോൾ ഇവിടെ ന്യൂസ് വെബ്സൈറ്റ്സ് പ്ലൂറലാണ്, നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് പ്ലൂറലാണ്. അപ്പോൾ ഇതിന് രണ്ടിനും കണക്ട് ചെയ്യാനായിട്ട് ആൻഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല നമുക്ക് ബാക്കിയുള്ള സെൻറ്റൻസുകളൊന്നും ഈ ആൻഡ് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാനും പോസിബിൾ അല്ല. അബൌട്ട് പൊളിറ്റിക്സ് ആൻഡ് സോഷ്യൽ അല്ലെങ്കിൽ ആൻഡ് പൊളിറ്റീഷ്യൻസ് ആൻഡ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് ഒന്നും കണക്ട് ചെയ്യുമ്പോൾ മീനിങ് ഫുൾ അല്ല. അതുകൊണ്ട് തന്നെയാണെന്ത് ഞാൻ ആരെടുത്തു, ഇവിടെ എ ഡി എന്ന് പറയുന്ന ആൾക്കാരാണ് എൻ്റെ ചോയ്സ് എന്ന് പറയുന്നത്. ഈ 2 ആൾക്കാരെ ഞാൻ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി എ ഡി വെച്ചിട്ട് നമുക്ക് നോക്കാം. ഫോൾസ് ന്യൂസ് വെബ്സൈറ്റ്സ് ആൻഡ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്, പിന്നെ ഡി കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ആൾ ഇ ആണ്, ഇവിടെ ഡി കഴിഞ്ഞിട്ട് വരുന്ന ആൾ സി ആണ്. നോക്കുക, നമുക്ക് ഇവിടെ ആവശ്യം എന്താണ്, ഫോൾസ് ന്യൂസ് വെബ്സൈറ്റ്സ് ആൻഡ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് ഈ ആയിരുന്നെങ്കിൽ മേക്ക് എ ലോട്ട് ഓഫ് മണി, അത് കഴിഞ്ഞിട്ട് എന്ത് വരും, ത്രൈവ് ബിക്കോസ്. അത് മീനിങ് ഫുൾ അല്ല. മേക്ക് എ ലോട്ട് ഓഫ് മണി പിന്നെ ത്രൈവ് ബിക്കോസ് എന്ന് പറയുന്നത് മീനിങ് ഫുൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ ഓപ്ഷൻ ബി ആവാനായിട്ടുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം നമുക്കൊന്നുകൂടി നോക്കാം, ഫോൾസ് ന്യൂസ് വെബ്സൈറ്റ്സ് ആൻഡ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് ത്രൈവ് ബിക്കോസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്തുകൊണ്ട് ത്രൈവ് വന്നു, ത്രൈവ് എന്ന് പറയുന്നത് എന്താണ്, ഒരു വെർബാണ്. അത് ഫോൾസ് ന്യൂസ് വെബ്സൈറ്റ്സും സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സും പ്ലൂരൽ ആയതുകൊണ്ടാണ് ത്രൈവ് വന്നിട്ടുള്ളത്. അത് നമുക്കെന്താണ് വിച്ച് മേക്ക് സം സെൻസ്. അപ്പോൾ അതുകൊണ്ട് ഈ സെൻറ്റൻസ് ആണ് നമുക്ക് കുറച്ചും കൂടി ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ ഫോൾസ് ന്യൂസ് വെബ്സൈറ്റ്സ് ആൻഡ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് ത്രൈവ് ബിക്കോസ് ദ അഡ്വർടൈസ്മെൻറ്റ്സ് ആൻഡ് പൊളിറ്റീഷ്യൻസ് സ്പ്രെഡിങ് പ്രൊപ്പഗാൻഡ അബൌട്ട് പൊളിറ്റിക്സ് മേക്ക് എ ലോട്ട് ഓഫ് മണി എന്ന് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ചെയ്യുന്നത്, ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്യുക 1 by 1 ആയിട്ട്, മീനിങ് ഫുൾ ആയിട്ട്. ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള ഓപ്ഷൻസ് വെച്ചിട്ട് മീനിങ് ഫുൾ ആയിട്ട് നമ്മളതിനെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം പോസ് ചെയ്യുക, ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. 4 ഓപ്ഷൻ എ ഇ എ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ 1 ഓഫ് ദ പ്രൈമറി ഒബ്സ്റ്റക്കിൾസ് എൻകൗണ്ടേർഡ് പ്രൂഫ് ബ്ലഡ് സ്റ്റെയിൻ ആണ്. അപ്പോൾ അത് പ്രൂഫ് ബ്ലഡ് സ്റ്റെയിൻ പാറ്റേൺസ് ആൻഡ് DNA എവിഡൻസ് എന്ന് പറയുന്നത് ഒരു മീനിങ് ഫുൾ അല്ല. നമ്മൾ അതിനെ എലിമിനേറ്റ് ചെയ്ത് പറഞ്ഞു. ഒന്നെങ്കിൽ നമ്മുടെ ആൻസർ ബി ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ആൻസർ ഡി ആയിരിക്കാം. ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ 1 ഓഫ് ദ പ്രൈമറി ഒബ്സ്റ്റക്കിൾസ് എൻകൗണ്ടേർഡ്, പിന്നെ ബി ആണെങ്കിൽ ഈസ് ദ റിസ്ക് ഓഫ് സാമ്പിൾ കണ്ടാമിനേഷൻ എന്ന് പറയുമ്പോൾ അതൊരു മീനിങ് ഫുൾ ആണെന്ന് തോന്നുന്നില്ല. നമുക്ക് അത് വേണമെങ്കിൽ മീനിങ് ഫുൾ ആണെന്ന് പറയാം. ശ്രദ്ധിക്കാം. ഓക്കെ, നമുക്കതെടുക്കാം. 1 ഓഫ് ദ പ്രൈമറി ഒബ്സ്റ്റക്കിൾസ് എൻകൗണ്ടേർഡ് ഈസ് ദ റിസ്ക് ഓഫ് സാമ്പിൾ കണ്ടാമിനേഷൻ. പിന്നെന്താണ്,
ബി കഴിഞ്ഞാൽ പിന്നെ സി ആണ്. ഡ്യൂറിങ് ദ അനാലിസിസ് ഓഫ് കൺട്രോൾഡ് ഡേഞ്ചറസ് സബ്സ്റ്റൻസസ് ഫ്രം ഇംപ്രോപ്പർ ഹാൻഡ്ലിംഗ് ആൻഡ് കളക്ടിങ് മെത്തഡോളജീസ്. പിന്നെ പ്രൂഫ് ബ്ലഡ് സ്റ്റെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള അല്ലേ. അപ്പോൾ അതായത് ഡി ഇ എന്ന് പറയുന്ന ആൾ കപ്പിളല്ല. കാരണം നോക്കുക, ഫ്രം ഇംപ്രോപ്പർ ഹാൻഡ്ലിംഗ് ആൻഡ് കളക്ടിങ് മെത്തഡോളജീസ്, പിന്നെ എന്തോ പ്രൂഫ് ബ്ലഡ് സ്റ്റെയിൻ പാറ്റേൺ. അതൊരു രണ്ടും തമ്മിൽ യാതൊരു ബന്ധമില്ല. അപ്പോൾ ഇവർ രണ്ട് തമ്മിൽ കപ്പിൾസ് അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ആൻസർ ആണെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഓപ്ഷൻ ബി ആൻസർ ആവാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് ഒന്നുകൂടി നമുക്ക് ആൻസർ ചെയ്ത് നോക്കാം. One of the primary obstacles encountered during the analysis of controlled dangerous substance, proof blood stain patterns and DNA evidence is the risk of sample contamination. അല്ലേ, സി കഴിഞ്ഞിട്ട് എന്താ വരുന്നത്? ഈസ് ദ റിസ്ക് ഓഫ് സാമ്പിൾ കണ്ടാമിനേഷൻസ് ഫ്രം ഇംപ്രോപ്പർ ഹാൻഡ്ലിംഗ് ആൻഡ് കളക്ടിങ് മെത്തഡോളജീസ്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കണ്ടാമിനേഷൻ എന്നുള്ള വാക്ക് കണ്ടില്ലേ, കണ്ടാമിനേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് ഡി ആ വന്നിട്ടുള്ളത്. ഇവിടെ നോക്കുക, ബി കഴിഞ്ഞിട്ട് ഡി ആ വന്നിട്ടുള്ളത്. കണ്ടാമിനേഷൻ ഫ്രം ഇംപ്രോപ്പർ ഹാൻഡ്ലിംഗ് ആണ്. അപ്പോൾ ഇവിടെ ഫ്രം വരണമെങ്കിൽ, ഈ ഡിയുടെ മുമ്പ് ഫ്രം വരണമെങ്കിൽ ഈ രണ്ട് ഓപ്ഷൻസ് ആണ്. ഡിയുടെ മുമ്പിലൂടെ സി വന്നിട്ടുണ്ട്. അപ്പോൾ ഡ്യൂറിങ് ഈ ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ഓപ്ഷൻ നമുക്ക് ഡൗട്ട്ഫുൾ ആവുകയാണെങ്കിൽ നോക്കുക, ഫ്രം എന്ന് പറയുന്ന ആൾക്ക് അല്ലെങ്കിൽ ഈസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഈസ് ദ റിസ്ക് ഓഫ് സാമ്പിൾ കണ്ടാമിനേഷൻ ഫ്രം ഇംപ്രോപ്പർ ഹാൻഡ്ലിംഗ് എന്ന് പറയുമ്പോൾ മീനിങ് ഫുള്ളാണ്. ഡ്യൂറിങ് ദ അനാലിസിസ് ഓഫ് CDS ഫ്രം ഇംപ്രോപ്പർ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് മീനിങ് ഫുൾ അല്ല. അപ്പോൾ നമുക്ക് ഇത് എന്തായാലും എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ പോസ് ചെയ്തേ ആൻസർ ചെയ്യാം കേട്ടോ. ഓപ്ഷൻസ് നോക്കുക, ആർ, പി, ക്യു, ക്യു. ഇത് രണ്ട് നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഈ രണ്ട് ഓപ്ഷനുള്ള ക്യു ആർ വന്നിട്ടുണ്ട്. ക്യു ആർ കപ്പിളാണ്. നോക്കാം. ഇൻ എ വേൾഡ് ദാറ്റ് ക്യാൻ ബി ഹാർഷ് ആൻഡ് ചാലഞ്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നോക്കി, ഇതൊരു ചെറിയ സെൻറ്റൻസ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ മാത്രം വെച്ച് നോക്കേണ്ട കാര്യമില്ല. ചെറിയ സെൻറ്റൻസുകൾ നമുക്ക് അർത്ഥം മനസ്സിലാകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കത് ഡയറക്റ്റ് തന്നെ നമുക്കതിനെ ഓർഡർ ആക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇന്നെ ഇത് നമുക്ക് കിട്ടി, രണ്ട് കപ്പിൾ കിട്ടി, ഒരു കപ്പിളിന് കിട്ടി. ഇൻ എ വേൾഡ് ദാറ്റ് ക്യാൻ ബി ഹാർഷ് ആൻഡ് ചാലഞ്ചിങ്, ബ്രിങ് ലൈറ്റ് ആൻഡ് പോസിറ്റിവിറ്റി, കൈൻഡ്നസ് ആൻഡ് എമ്പത്തി. അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് കണക്ട് ചെയ്യാം. എന്താണ് കൈൻഡ്നസ് ആൻഡ് എമ്പത്തി കഴിഞ്ഞിട്ട് എന്ത് വരില്ല, ബ്രിങ് ലൈറ്റ് ആൻഡ് പോസിറ്റിവിറ്റി വരുള്ളൂ. ഇൻ എ വേൾഡ്, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഇൻ എ വേൾഡ് ദാറ്റ് ക്യാൻ ബി ഹാർഷ് ആൻഡ് ചാലഞ്ചിങ്, കൈൻഡ്നസ് ആൻഡ് എമ്പത്തി, ബ്രിങ് ലൈറ്റ് ആൻഡ് പോസിറ്റിവിറ്റി. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ചോദ്യമാണ്, പോസ് ചെയ്യുക, ആൻസർ ചെയ്യാം. ഓപ്ഷൻസ് നോക്കാം. ക്യു ആർ, പി ആർ. ഏത് വരും നമ്മുടെ ആൻസർ? നമ്മൾ സാധാരണ ചെയ്യുന്നതാണ്, ക്യൂവും പിയും നമ്മൾ എന്ത് ചെയ്യുന്നു, എലിമിനേറ്റ് ചെയ്യുന്നു. ആറ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ആറ് നോക്കാം. പേഴ്സ്പെക്റ്റീവ്സ് ഫ്രം അറൗണ്ട് ദ വേൾഡ് ബൈ ഫോസ്റ്ററിങ് അണ്ടർസ്റ്റാൻഡിങ്. മീനിങ് ഫുൾ അല്ല. ഡി ഓപ്ഷൻ ആണെങ്കിൽ പേഴ്സ്പെക്റ്റീവ്സ് ഫ്രം അറൗണ്ട് ദ വേൾഡ് സൊസൈറ്റി ബെനിഫിറ്റ്സ്, മീനിങ് ഫുൾ അല്ല. അപ്പോൾ നമുക്ക് ആറ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മീനിങ് ഫുള്ളായിട്ട് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആദ്യത്തെ മെത്തഡ് ഫെയിൽ ആവാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും, അപ്പോൾ ഈ ആറ് വെച്ചിട്ടുള്ളതല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇനി നമ്മളെന്ത് ചെയ്യുക, ഒന്നുകൂടി നമ്മുടെ ഓപ്ഷൻ എ ആണോ അല്ലെങ്കിൽ ഓപ്ഷൻ സി ആണോ നോക്കാം. അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നമുക്കിതിൽ നമ്മൾ മുമ്പ് പറയാറുള്ള കപ്പിൾ മെത്തഡ് യൂസ് ചെയ്യും. കപ്പിൾസ് ആയിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ നോക്കാം. അങ്ങനെ നോക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് ആദ്യം ശ്രദ്ധിക്കേണ്ട വേർഡ്സാണ് ആൻഡ്, അതുപോലെ തന്നെ ഈ ഫ്രം എന്നൊക്കെ പറഞ്ഞ വേർഡ്സ്, ബൈ, ഇതൊക്കെ എന്താണ് നമ്മൾ ഫസ്റ്റ് ഇവരെ കണക്ട് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ കപ്പിൾസ് ഉണ്ടോയെന്നൊക്കെ ശ്രമിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേർഡ്സാണ് ആൻഡ്, ബൈ എന്നൊക്കെ പറയുന്നത്. ഇവിടെ ആൻഡ് വന്നിട്ടുണ്ട്. ആൻഡ് മുമ്പ് എൻറിച്ചിങ് കൾച്ചേഴ്സാണ്, പോസിറ്റീവായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആൻഡിനെ കണക്ട് ചെയ്യാനായിട്ട് വേറെ ആർക്കെങ്കിലും പറ്റുമോ? ആൻഡ് കൾച്ചേഴ്സ് ആൻഡ് സൊസൈറ്റി ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞ് കണക്ട് ചെയ്യാൻ പറ്റില്ല. കൾച്ചേഴ്സ് ആൻഡ് ബൈ ഫോസ്റ്ററിങ് കണക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എൻറിച്ചിങ് കൾച്ചേഴ്സ് ആൻഡ് പേഴ്സ്പെക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെയും പ്ലൂറലായിട്ടുള്ള ആളാണ്, ഇവിടെയും പ്ലൂറലായിട്ടുള്ള ആളാണ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും എന്താണ്, ക്യൂ ആൻഡ് ആറ് കപ്പിൾസ് ആണ്. ക്യൂവും ആറും വരുന്ന ഓപ്ഷൻസ് നോക്കി. ഇതിൽ രണ്ടിൽ നോക്കുമ്പോൾ ക്യൂ കഴിഞ്ഞിട്ട് ആറ് വരുന്നത് ഓപ്ഷൻ സിയിൽ മാത്രമാണ്. അപ്പോൾ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം ഓപ്ഷൻ സി വെച്ചിട്ട്. പി എന്നാണ്, സൊസൈറ്റി ബെനിഫിറ്റ്സ് ഫ്രം ഡൈവേഴ്സിറ്റി ബൈ ഫോസ്റ്ററിങ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് എംപതി
എൻറിച്ചിങ് കൾച്ചേഴ്സ് ആൻഡ് പെർസ്പെക്റ്റീവ് ഫ്രം അറൗണ്ട് ദ വേൾഡ്. അത് മീനിങ് ഫുള്ളാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ഇത്ര ചെയ്തുള്ളൂ. നമ്മൾ ഫസ്റ്റ് സെൻറ്റൻസ് നോക്കി കിട്ടിയില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, കപ്പിൾസ് ഉണ്ടോ നോക്കി, കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടോ നോക്കി. അപ്പോൾ അതിൻ്റെ മെത്തഡ് വെച്ചിട്ട് കണക്ട് ചെയ്തു, നമുക്ക് എന്ത് ചെയ്യും, ആൻസർ കറക്റ്റായിട്ട് കിട്ടി. അപ്പോൾ അതുകൊണ്ടാണ് കപ്പിൾ മെത്തഡ് നമുക്കിവിടെ പല സ്ഥലത്ത് നമുക്ക് യൂസ്ഫുൾ ആണെന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് നമ്മൾ കുറച്ചൊന്ന് പാനിക് ആവുക, അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് സ്റ്റക്ക് ആവുക. കാരണം സെൻറ്റൻസ് ഒക്കെ വലുതാണല്ലോ എന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ നമ്മുടെ മെത്തഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ സെൻറ്റൻസ് ഒന്നും വായിക്കേണ്ട, ഡയറക്റ്റ് നമ്മുടെ ഓപ്ഷൻസിലേക്ക് കടക്കാം. ഇവിടെ എ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഡി വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ബി വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ബി വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഓപ്ഷൻ ബിയും ഓപ്ഷൻ എയും ആയി തന്നെ എലിമിനേറ്റ് ചെയ്തു. നമുക്ക് ഈ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ബി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ബി എന്താണ്? The United Nations reports that India's urban population is growing at a rate of 1.1% annually, while the country's rural population is shrinking at a rate of 0.37% annually. അത് ആവാനുള്ള സാധ്യത കൂടുതൽ. കാരണം ഒരു റിപ്പോർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ബാക്കിയുള്ളതിലൊക്കെ ദിസ്, വൈൽ, ഇറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഫസ്റ്റ് സെൻറ്റൻസ് ആവില്ല. അപ്പോൾ നമ്മൾ ബി എടുത്തിട്ടുള്ള കറക്റ്റ് ആവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. അവിടെ ഒരു റിപ്പോർട്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെയാണ് രണ്ടാം സെൻറ്റൻസ് എന്തായിരിക്കും? ഇവിടെ ബിയും ഡിയും കപ്പിൾസ് ആണ് തന്നിട്ടുണ്ട്. കാരണം ഇതിലും തന്നെയാണ് ബിയും ഡിയും തന്നെയാണ് ആദ്യം വരുന്നത്. അപ്പോൾ ഡി എന്താണ് നോക്കാം. ഇറ്റ്സ് സ്റ്റിൽ എ കൺസിഡറബിളി സ്മോൾ പെർസെൻറ്റേജ് ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ ദാൻ ഇറ്റ് ഈസ് ഇൻ ദ US ദാറ്റ് റിസൈഡ്സ് ഇൻ അർബൻ ഏരിയാസ്. ഇവിടെ US-ഉം ഇന്ത്യയും പോപ്പുലേഷൻ തമ്മിലുള്ള ഒരു കമ്പാരിസൺ പോലുള്ള സെൻറ്റൻസ് തന്നിട്ടുള്ളത്. നമുക്കിനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കണക്ട് ചെയ്യാന്നുള്ളതാണ് അല്ലേ. അടുത്തത് സിഒ അല്ലെങ്കിൽ എയോ അല്ലെങ്കിൽ AC, അതിൻ്റെ ഓർഡർ എന്താണ് എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. ഇവിടെ നമ്മൾ എയിൽ നോക്കുമ്പോൾ പറയുന്നത് ദിസ് ഫിഗർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദിസ് ഫിഗർ എന്ന് പറയണമെങ്കിൽ ഒരു ഫിഗർ നമ്മൾ തൊട്ട് മുമ്പത്തെ സെൻറ്റൻസിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. സപ്പോസ് നമ്മൾ ഓപ്ഷൻ ഡി ആണ് എടുത്തതെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി കഴിഞ്ഞിട്ട് എന്താണ് എ വരണം. ഡി കഴിഞ്ഞിട്ട് എ വരണമെങ്കിൽ എയിലാണ് എന്ത് ദിസ് ഫിഗർ എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. എയിലാണ് ദിസ് ഫിഗർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഡിയിൽ ഒരു ഫിഗർ ഉണ്ടാവണം. ഡിയിൽ ഒരു ഫിഗറിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അവിടെ എന്താണ് ഒരു സെൻറ്റൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡി കഴിഞ്ഞിട്ട് എ വരാനുള്ള സാധ്യത കുറവാണ്. അതായത് ദിസ് ഫിഗർ എന്ന് പറയണമെങ്കിൽ അതിന് മുമ്പ് ഒരു ഫിഗർ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ഓപ്ഷൻ സി എടുക്കുമ്പോൾ എന്താണ്, while 82% of Americans live in urban settings, only 30% of Indians do so. അല്ലേ. അപ്പോൾ അവിടെ 82%ഉം 30% എന്താണ്, ഫിഗറാണ് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, സി കഴിഞ്ഞിട്ടായിരിക്കണം എന്ത് വരേണ്ടത്, എ വരേണ്ടത്. അതെന്താണ്, കപ്പിൾസ് ആണ്. സിയും എയും എന്താണ്, കപ്പിളാണ്. അതുകൊണ്ട് നമുക്ക് സി കഴിഞ്ഞിട്ട് എ വരുന്ന ഓപ്ഷൻ എന്ത് മാത്രമേ ഉള്ളൂ, നമ്മുടെ ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. The United Nations reports that India's urban population is growing at a rate of 1.1% annually, while the country's rural population is shrinking at a rate of 0.37% annually. It's still a considerably smaller percentage of the Indian population than it is in the US that resides in urban areas. While 82% of Americans live in urban settings, only 30% of Indians do so. This figure is predicted to climb as the percentage of Americans residing in rural areas falls by an average of 1.6% annually. നമ്മൾ ഒന്നും ഡിഫറെൻ്റ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തു. അതുപോലെ തന്നെ കണക്ട് ചെയ്യാവുന്ന വേർഡ്സ് നോക്കി കപ്പിൾസ് ഉണ്ടെങ്കിൽ അവരെ കണ്ടുപിടിച്ചു. അത്ര ചെയ്തിട്ടുള്ളൂ നമ്മൾ. അടുത്ത ചോദ്യത്തിലേക്ക്, ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ശ്രദ്ധിച്ച് നോക്കുക. ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻസ് വെച്ച് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഫസ്റ്റ് ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സി വെച്ചിട്ടാണ്, ബി വെച്ചിട്ടാണ്, ഡി വെച്ചിട്ടാണ്, എ ആണ്. അതായത് 4 ഓപ്ഷൻസും എന്താണ്, 4 തരത്തിലാണ്. 4 ഓപ്ഷൻസും 4 തരത്തിലാണെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. കാരണം ഫസ്റ്റ് സെൻറ്റൻസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഫസ്റ്റ് സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ബാക്കിയുള്ളതൊക്കെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. സി ആണെങ്കിൽ ദേ ആർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദേ എന്ന് പറയുന്നത് എന്താണ്, പ്രൊനൗൺ ആണ്. അപ്പോൾ പ്രൊനൗൺ യൂസ് ചെയ്യണമെങ്കിൽ ഓൾറെഡി നൗണിന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അത് ഫസ്റ്റ് സെൻറ്റൻസ് ആവാൻ സാധ്യതയില്ല. പിന്നെന്താണ്, ബി ഒബ്സർവേറ്ററീസ് ആർ പ്ലേസസ് ടു സ്റ്റഡി പ്ലേസസ്, മേ ബി അവർ ഫസ്റ്റ് സെൻറ്റൻസ് ആവാം. പിന്നെന്താണ്, ഡി ടെലിസ്കോപ്സ് ആർ പ്ലേസ്ഡ് ഇൻ ദ ഡോം ഷേപ്ഡ് റൂഫ് ഓഫ് ദ ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ ബിൽഡിംഗ് ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെന്താണ്, ടെലിസ്കോപ്സ് ആർ വേണമെങ്കിൽ നമുക്ക് എന്താണ് വിചാരിക്കാം ഡി ആണെന്നുള്ളത്.
പിന്നെ അടുത്തത് എന്താണ്? എ ആണ്. ദീസ് ക്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദീസ് എന്നാണ് നമ്മുടെ പ്രൊനൗൺ ആണ്. പ്രൊനൗൺ ഒന്നും നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസ് ആയിട്ട് വരില്ല. അപ്പോൾ എ ഓർ ഡി ആണ്. ഇതിൽ ഞാൻ ബി ആണ് എൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ് ആണെന്ന് പറയാൻ കാരണം എന്താണ്? ദ ബിൽഡിംഗ് എന്ന് പറയുന്ന കാരണമാണ്. കാരണം ഞാൻ പറഞ്ഞു ആർട്ടിക്കിൾ എ ഓർ എൻ നമ്മൾ യൂസ് ചെയ്യുന്നതിനായിരിക്കും പുതിയതായിട്ടൊരു കാര്യത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടായിരിക്കും. ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്ത കാര്യത്തെ വീണ്ടും പറയുമ്പോഴാണ് ദ യൂസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു ഒബ്സർവേഷനിൽ ബി ആവാനാണ് സാധ്യത. നമുക്കൊന്ന് നോക്കി നോക്കാം. ഇനി സെൻറ്റൻസിനെ കണക്ട് ചെയ്ത് നോക്കാം. ഒബ്സർവേറ്ററീസ് ആർ പ്ലേസസ് ടു സ്റ്റഡി പ്ലേസ്. സി ആണെങ്കിൽ ദേ ആർ മോസ്റ്റ്ലി ബിൽട്ട് ഓൺ ദ മൗണ്ടെയിൻ ടോപ്സ്. ബിൽട്ട് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അവിടെ ഒരു ബിൽഡിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ എന്താണ്? ഡി. അത് കഴിഞ്ഞിട്ടാണ് ഡി വരുന്നത്. ടെലസ്കോപ്സ് ആർ പ്ലേസ് ഇൻ ദ ഡോം ഷേപ്പ് റൂഫ് ഓഫ് ദ ബിൽഡിംഗ് അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? അത് കഴിഞ്ഞിട്ടാണ് ബിൽഡിംഗ് വരുന്നത്. ദീസ് ക്യാൻ ടേൺ അറൗണ്ട് ടു ട്രാക്ക് സ്റ്റാർസ് വിത്ത് ദ റൊട്ടേഷൻ ഓഫ് എർത്ത്. അപ്പോൾ എന്താണ്? ഈ ടെലസ്കോപ്പിന് എന്ത് ചെയ്യാൻ പറ്റും? ടേൺ അറൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ടെലസ്കോപ്പിനാണ് ടേൺ അറൗണ്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഡിയും എ എന്നാണ് കപ്പിൾസ് ആണ്. ഓക്കെ. അപ്പോൾ ഒബ്സർവേറ്ററീസ് ആർ പ്ലേസസ് എന്ന് പറയുമ്പോൾ ഒബ്സർവേറ്ററീസിനാണ് ദേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവർ രണ്ടുപേരും കപ്പിൾസ് ആണ്. അതായത് ഡി കഴിഞ്ഞിട്ടാണ് എ വരാൻ പാടുള്ളൂ. അങ്ങനെ ഒരു ഓപ്ഷൻ ഇത് മാത്രമേ ഉള്ളൂ. ഈ ഓപ്ഷൻ തെറ്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ദ ബിൽഡിംഗ് വെച്ചിട്ട് തന്നെ നമ്മൾ ഓൾറെഡി ആദ്യം തന്നെ എന്ത് ചെയ്തു? എലിമിനേറ്റ് ചെയ്തു. എങ്കിലും നമ്മൾ എന്ത് ചെയ്തു? ഒന്നും കൂടി ഒന്ന് കപ്പിൾസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിനെ എലിമിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടും. ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. 8ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കാം കേട്ടോ. ഓപ്ഷൻസ് പി പി എസ് എസ്. രണ്ടെണ്ണത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പി വെച്ചിട്ടാണ്, രണ്ടെണ്ണം സ്റ്റാർട്ട് ചെയ്യുന്നത് എസ് വെച്ചിട്ടാണ്. പി നോക്കാം. ഫ്രം ദ ഫാസിസ്റ്റ് ഫോഴ്സസ് കെയിം അണ്ടർ കനോട്ട് ബി യുവർ ഫസ്റ്റ് സെൻറ്റൻസ്. അപ്പോൾ പി വെച്ചിട്ടുള്ള രണ്ട് സെൻറ്റൻസ് നിങ്ങളുടെ ഫസ്റ്റ് സെൻറ്റൻസ് ആവാൻ സാധ്യതയില്ല. അപ്പോൾ എസ് വെച്ചിട്ടായിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് സെൻറ്റൻസ്. ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ. അപ്പോൾ രണ്ടും എസ് ആണ്. പിന്നെ അടുത്തെന്താണ്? ക്യൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ക്യൂ ആണെങ്കിൽ ദ ഈസ്റ്റ് യൂറോപ്യൻ കൺട്രീസ്, കുഴപ്പമില്ല. എസ് കഴിഞ്ഞിട്ട് ആറാണെങ്കിലോ? ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ ദ കൺട്രോൾ ഓഫ് USSR ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ ദാറ്റ് കനോട്ട് ബി യുവർ. അത് മീനിങ് ഫുൾ അല്ല അല്ലേ? നമുക്ക് ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ ദ കൺട്രോൾ ഓഫ് ദ USSR എസ് ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് മീനിങ് ഫുൾ അല്ല. അപ്പോൾ നമ്മൾ അവിടെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? എലിമിനേറ്റ് ചെയ്തു. ഇതാണ് നിങ്ങളുടെ ആൻസർ. ഒന്നുകൂടി ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ ക്യൂ ദ ഈസ്റ്റ് യൂറോപ്യൻ കൺട്രീസ് the East European countries that the Soviet army had liberated from the fascist forces came under the control of USSR after the Second World War. അതാണ് കുറച്ചും കൂടി മീനിങ് ഫുൾ ആവുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്? ഒയും പിയും കപ്പിൾസ് ആണെന്ന് പറയാം. കാരണം എന്താണ്? ലിബറേറ്റഡ് ഫ്രം എന്ന് പറയുന്നത് എന്താണ്? ഫ്രം വരണമെങ്കിൽ അതിന് മുമ്പ് കുറച്ചും കൂടി മീനിങ് ഫുൾ ആയിട്ടുള്ള ലിബറേറ്റഡ് ആണ്. ലിബറേറ്റഡ് ഫ്രം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താണ്? നമുക്ക് അവരെ കപ്പിൾസ് ആയിട്ട് എടുക്കാൻ പറ്റും. കാരണം ഒന്നെങ്കിൽ പി ഓ കഴിഞ്ഞിട്ടാണ് പി, ഇവിടെയും ഓ കഴിഞ്ഞിട്ടാണ് ഇവിടെയും ഓ കഴിഞ്ഞിട്ട് പി വന്നിട്ടുണ്ട്, ഇതിലും ഓ കഴിഞ്ഞിട്ട് പി വന്നിട്ടുണ്ട്. അപ്പോൾ എസ് കഴിഞ്ഞിട്ട് ക്യൂ വരില്ല എന്നുള്ളതാണ്, എസ് കഴിഞ്ഞിട്ട് ആറ് വരില്ല എന്നുള്ളിടത്താണ് നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇതൊക്കെ ചെറിയ സെൻറ്റൻസുകളാണ്. അപ്പോൾ അത് ഓപ്ഷൻസിലേക്ക് കടക്കണമെന്നില്ല. ഇങ്ങനെയുള്ള സെൻറ്റൻസ് ഒക്കെ വരുമ്പോൾ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഈസി. ഓപ്ഷൻസ് ആണെങ്കിലും അങ്ങനെയും ചെയ്യാം. ഓപ്ഷൻസ് ആണെങ്കിലും നോക്കാം, ഡി സി എ ഡി. നമുക്കിത് എലിമിനേറ്റ് ചെയ്യാം. ഡി എന്ന് പറയുന്ന എയും സിയും എലിമിനേറ്റ് ചെയ്യുക അല്ലേ? എയും ബിയും സിയും എലിമിനേറ്റ് ചെയ്യാണ്. കാരണം ഇവിടെ ഡി വെച്ചിട്ടാണ്. ഡി ക്ലൗഡ്സ് ദ ബ്രെയിൻ എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ക്ലൗഡ്സ് ദ ബ്രെയിൻ ദ ബോഡി ആൻഡ് യുവർ യൂത്ത് സ്റ്റൺ സ്മോക്കിംഗ് എന്ന് പറയുന്നത് സ്മോക്കിംഗ് ഇൻ. ഇതായിരുന്നെങ്കിൽ ഫസ്റ്റ് സെൻറ്റൻസ് സ്മോക്കിംഗ് എന്നാണ്. അപ്പോൾ അത് ആവില്ല, ഡി വെച്ചിട്ടുള്ള ആ സെൻറ്റൻസ് ആവില്ല. ഇവിടെ എന്താണ്? എ ആണ് ലാസ്റ്റ് വന്നിട്ടുള്ളത്. എ സ്മോക്കിംഗ് എന്ന് പറയുന്നത് അവസാനത്തെ ഒരു സെൻറ്റൻസ് ആയിട്ട് വരില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസ് എന്തായിരിക്കില്ല? ഡി ആയിരിക്കില്ല. ഇത് രണ്ടും എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് കപ്പിൾസ് ഉണ്ടോ നോക്കാം. ഇവിടെ എങ്ങനെ നോക്കാം? ദ ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ദ ബോഡി ആൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ആൻഡ് എന്ന് പറഞ്ഞ ആൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആൻഡ് കണക്ട് ചെയ്യുന്നത് ഒരേപോലത്തെ ആൾക്കാരായിരിക്കും. ദ ബോഡീനെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ദ വെച്ചിട്ടുള്ളൊരു സംഭവത്തെ ആയിരിക്കും എന്ത് ചെയ്യുക? ആൻഡ് കണക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു സെൻറ്റൻസിൻ്റെ എക്സാമ്പിളായിട്ട് പറയല്ല, നമുക്ക് വേറൊരു പാരജമ്പിൾ ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിലും അവിടെയും ആൻഡ് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ ഇത് എളുപ്പമുള്ളതായിരിക്കാം. പക്ഷേ ശ്രദ്ധിക്കുക, ആൻഡ് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ ഏത് രീതിയിലാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, ദ ബോഡി ആൻഡ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ
അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ എന്തുണ്ടായിരിക്കണം, ദ വെച്ചിട്ടുള്ള എന്തെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ 4 സെൻറ്റൻസിൽ അല്ലെങ്കിൽ 4 പാർട്ടിൽ നോക്കുകയാണെങ്കിൽ ദ വെച്ചിട്ടുള്ളത് ദ ബ്രെയിൻ ആണ്, ദ ബോഡി ദ ബ്രെയിൻ. അപ്പോൾ സി കഴിഞ്ഞിട്ടാണ് ഡി വരേണ്ടത്. അങ്ങനെയുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സിയിലാണ് സി കഴിഞ്ഞിട്ട് ഡി വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ സ്മോക്കിംഗ് ഇൻ ബി എന്നാണ് യുവർ യൂത്ത് സ്റ്റൺസ് ദ ബോഡി ആൻഡ് ക്ലൗഡ്സ് ദ ബ്രെയിൻ എന്നുള്ളതാണ്. അപ്പോൾ സിയും ഡിയും കപ്പിൾ ആയതുകൊണ്ടാണ് നമുക്കെന്ത് ഈ ആൻസർ പെട്ടെന്ന് കിട്ടിയത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓപ്ഷൻസിനെ 1 by 1 നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞ് കപ്പിൾസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇതൊരു മെത്തഡാണ്, പോസിബിലിറ്റി വെച്ച് ചെക്ക് ചെയ്യാണ്, പക്ഷേ ആക്യുറസി കൂടുതൽ ഇവിടെ നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് കുറച്ച് ഏറ്റവും കുറവ് ആളുകൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള ഈ പ്രാവശ്യത്തെ ടാറ്റുവിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ, പോസ് ചെയ്തിട്ട്. ഈ ക്വസ്റ്റ്യന് നമ്മൾ ഓപ്ഷൻസ് വെച്ചിട്ട് തന്നെ നോക്കാം. നമുക്ക് ആദ്യം 2 ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സി വെച്ചിട്ട്, 2 ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡി വെച്ചിട്ട്. സി അല്ലെങ്കിൽ ഡി ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസ്. ഏതാകാം നോക്കുക. സി ആണെങ്കിൽ ദ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഫോമിങ് ക്യാരക്ടർ ആൻഡ് ഒപ്പീനിയൻ ഈസ് വെരി ഗ്രേറ്റ് ആൻഡ് വെൽ റെക്കഗ്നൈസ്ഡ് ബൈ ഓൾ. അതൊരു ഫസ്റ്റ് സെൻറ്റൻസ് ആവാനായിട്ടുള്ള എല്ലാ യോഗ്യതയും ആ വരിക്കുണ്ട്. സോറി. അടുത്തത് ഡി ആണെങ്കിൽ എഡ്യൂക്കേഷൻ ഈസ് ആസ് എ റൂൾ ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഓൺ ദ സൈഡ് ഓഫ് വാട്ട് എക്സിസ്റ്റ് ആൻഡ് അഗെയിൻ ഫണ്ടമെൻ്റൽ ചേഞ്ച്. എഡ്യൂക്കേഷൻ ഈസ് ആസ് എ റൂൾ ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഓൺ ദ സൈഡ് ഓഫ് വാട്ട് എക്സിസ്റ്റ് ആൻഡ് അഗെയിൻ ഫണ്ടമെൻ്റൽ ചേഞ്ച്. അതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ആയിട്ട് നമുക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മൾ സി ആണെന്ന് വിചാരിക്കാം. സി ആണെന്ന് വിചാരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അതാണെന്ന് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഉറപ്പിക്കാമല്ലോ. പോസിബിലിറ്റിയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ദ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്നത് എവിടെ, ഇൻ ഫോമിങ് ക്യാരക്ടർ. അപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് കണക്ട് ചെയ്ത് കിട്ടണം നിർബന്ധമില്ല. ചില സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, സെൻറ്റൻസുകളുടെ മീനിങ് കണ്ടുപിടിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഏറ്റവും കുറവ് ആളുകൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. അതിൻ്റെ ഒരു കാരണം ഈ ഡി എന്ന് പറഞ്ഞ ഒരാൾ തന്നെയാണ്. അത് നമുക്ക് പറയാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സെൻറ്റൻസ് ഇതാണെന്ന് ഞാൻ അസ്യൂം ചെയ്യാണ്. അതിൻ്റെ റീസൺ ഇത് കംപ്ലീറ്റ് ആണ്, ഈ സെൻറ്റൻസ് കംപ്ലീറ്റ് അല്ല. ദ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഫോമിങ് ക്യാരക്ടർ ആൻഡ് ഒപ്പീനിയൻ ഈസ് വെരി ഗ്രേറ്റ് ആൻഡ് വെൽ റെക്കഗ്നൈസ്ഡ് ബൈ ഓൾ. ഇനി അടുത്തത് ഏതാണെന്ന് നോക്കാം. അടുത്ത സെൻറ്റൻസ് അങ്ങനെയാണെങ്കിൽ സി കഴിഞ്ഞിട്ട് ബി അല്ലെങ്കിൽ എ ആണ് വരുന്നത്. സംതിങ് ഓഫ് ദം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് കപ്പിൾ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ സംതിങ് ഓഫ് ദം എന്ന് പറയണമെങ്കിൽ കുറച്ച് ആൾക്കാരെ കുറിച്ച് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കണം അല്ലേ, ഒരു പ്ലൂറൽ ആയിട്ടുള്ള ഒരു സംഭവത്തെക്കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നമുക്ക് സംതിങ് ഓഫ് ദം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ദ ജെനുവിൻ ബിലീഫ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ജെനുവിൻ ബിലീഫ്സിനെയാണ് നമ്മൾ ഈ സെൻറ്റൻസിൽ സംതിങ് ഓഫ് ദം എന്ന് പറയുന്നത്. അതായത് എ കഴിഞ്ഞിട്ടായിരിക്കണം ബി വരേണ്ടത്. അപ്പോൾ ഈ 2 സെൻറ്റൻസ് എടുക്കുകയാണെങ്കിൽ ഓപ്ഷൻ എയിലാണ് എന്ത്, എ കഴിഞ്ഞിട്ട് ബി വന്നിട്ടുള്ളത്. എ കഴിഞ്ഞിട്ട് ബി വന്നിട്ടുള്ളത് ഈ ഓപ്ഷൻ എയിലാണ്. അപ്പോൾ നോക്കുമ്പോൾ എന്താണ്, ഇതാവാനായിട്ടുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. ദ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഫോമിങ് ക്യാരക്ടർ ആൻഡ് ഒപ്പീനിയൻ ഈസ് വെരി ഗ്രേറ്റ് ആൻഡ് വെൽ റെക്കഗ്നൈസ്ഡ് ബൈ ഓൾ. ദ ജെനുവിൻ ബിലീഫ്സ് ആൻഡ് തോട്ട്സ് not unconsciously acquired by most children, and even if they depart from these beliefs in later life, something of them remains deeply implanted, ready to emerge in a time of stress or crisis. Education is as a rule the strongest force on the side of what exists and again fundamental change. അപ്പോൾ ഇവിടെ നമുക്ക് ഡൗട്ട് വരുന്ന ഒരു കാര്യം, ഡി ഫസ്റ്റ് വരികയാണെങ്കിൽ ഡി എന്ന് പറയുന്ന ആൾ നമ്മൾ ഫസ്റ്റ് എടുക്കുകയായിരുന്നെങ്കിൽ അവിടെയും നമുക്ക് എയും ബിയും ഒരുമിച്ച് എ കഴിഞ്ഞിട്ട് എന് ശേഷം ബി വന്നിട്ടുണ്ട്. പക്ഷേ ഇത് വരാത്തതിൻ്റെ ഒരു റീസൺ ഞാൻ പറഞ്ഞു എന്താണ്, ഇവിടെ നമ്മൾ അർത്ഥം കൂടിയും സെൻറ്റൻസിൻ്റെ മീനിങ് കൂടി നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാരണം ഇവിടെയാണ്. കാരണം ഇവിടെ എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ സെൻറ്റൻസുകളിൽ പറയുന്നത്. എവിടെ ക്യാരക്ടർ ഫോം ചെയ്യണത്, ക്യാരക്ടർ ഫോം ചെയ്യണതിൽ നമുക്ക് ബിലീഫ്, വിശ്വാസങ്ങൾ ആവശ്യമാണ്. അപ്പോൾ ആ വിശ്വാസങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്ന സെൻറ്റൻസുകളായിരിക്കണം ഈ സെൻറ്റൻസ് കഴിഞ്ഞ് വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നത് അവസാനമേ വരുന്നുണ്ടായിരിക്കുള്ളൂ. അതൊരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ്. ഈ ക്വസ്റ്റ്യനും അതുപോലത്തെ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് നമുക്ക് തരുന്നത് എത്രത്തോളം ശരിയാണെന്നുള്ളതും ഒരു ചോദ്യമാണ്. കാരണം ഈ സെൻറ്റൻസ് ഏതാണെന്ന് ഞാൻ ചുമ്മാ ഒന്ന് തിരക്കിയിരുന്നു, ഈ സെൻറ്റൻസ് എവിടെ നിന്നാണ്
SSC കിട്ടിയിട്ടുണ്ടായിരിക്കുക എന്നുള്ളതെന്ന് തിരക്കിയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു പോയിൻ്റാണ്, എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോഴത്. മിസോറാം പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 2019 ഒരു ചോദ്യ പേപ്പറിലാണ് ഈ സെൻറ്റൻസ് കിടക്കുന്നത്. കറക്റ്റ് അതേപടിയാണ്. ദ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഫോമിങ് ക്യാരക്ടർ ആൻഡ് ഒപ്പീനിയൻ ഈസ് വെരി ഗ്രേറ്റ് ആൻഡ് വെൽ റെക്കഗ്നൈസ്ഡ് ബൈ ഓൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരെ സെൻറ്റൻസ് ഉള്ളൂ. പിന്നെ എഡ്യൂക്കേഷൻ ഈസ് ആസ് എ റിസൾട്ട് ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഓൺ സൈഡ് ഓഫ് വാട്ട് ഫണ്ടമെൻ്റൽ ചേഞ്ച്. ഫുള്ളല്ല, ആ സെൻറ്റൻസ് ഫുള്ളല്ല. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു സെൻറ്റൻസ് SSC തന്നു, അത് കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടിയിട്ടാണോ എന്താണെന്ന് അറിയില്ല. തെറ്റാണെന്ന് പറയാൻ പറ്റില്ലെങ്കിലും അത് കൺഫ്യൂസിങ് ആണ്. അത് പെട്ടെന്ന് നമുക്ക് കിട്ടാൻ, അതായത് പെട്ടെന്ന് നമുക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തത് പാരജമ്പിളിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. കപ്പിൾസ് മെത്തേഡ് എങ്ങനെയാണെന്ന് പറഞ്ഞു, കപ്പിൾ മെത്തേഡ് വെച്ച് എങ്ങനെ ചെയ്യാം, ഓപ്ഷൻ എലിമിനേഷൻ എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ അതിലുപരി നമുക്ക് ചില ക്വസ്റ്റ്യൻസും ഇതുപോലെ മീനിങ് കണ്ടെത്തി ചെയ്യേണ്ടി വരും. അത് അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരിൽ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം തന്നെ അത് കിട്ടുള്ളൂ. ഓപ്ഷൻ എലിമിനേഷനും കപ്പിൾ മെത്തേഡും ഒക്കെ വെച്ചിട്ട് തന്നെയാണ് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഇതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡെയിലി നമ്മുടെ വർക്കൗട്ട് സെഷനിൽ 1-2 ക്വസ്റ്റ്യൻസ് പാരജമ്പിൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഏരിയയിൽ നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ട് തന്നെ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത വരും ദിവസങ്ങളിൽ കാണാം. SSCയുടെ ഇംഗ്ലീഷിൻ്റെ സീരീസ് നമ്മൾ ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. tier 2 നന്നായിട്ട് വർക്കൗട്ടും കൂടി ചെയ്യുക കേട്ടോ. നന്നായിട്ട് എത്രത്തോളം നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, വർക്കൗട്ട് ചെയ്യുന്നു, അത്രത്തോളം സ്കോർ നമ്മുടെ ഇമ്പ്രൂവ് ആകും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.